ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കരുണയ ഉണ്ണിയാണെങ്കിൽ സംസാരിക്കുന്നുണ്ട്. ഇന്നാണെങ്കിൽ അച്ഛൻ വലിയൊരു പദ്ധതി തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു സ്വാമീജിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അച്ഛനാണെങ്കിൽ. പക്ഷേങ്കിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലെന്ന് ഉണ്ണിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മറുപടി ഒന്നും തന്നെ ചിന്തിക്കാതെ കൊടുക്കുന്നുണ്ട്. കരുണയ്ക്കാണെങ്കിൽ ഉണ്ണിയേട്ടൻ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് മാത്രമല്ലേ പറയാനാവുള്ളൂ, വേറെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് കരുണയാണെങ്കിൽ. അപ്പോഴാണ് ഉണ്ണി പറയുന്നുണ്ട് കരുണയോട്, അല്ലെങ്കിലും അവരെ ദ്രോഹിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. തിരിച്ചടികൾ നമുക്ക് കിട്ടുമ്പോഴേക്കും നമ്മളങ്ങ് ക്ഷീണിക്കും. പിന്നെ എന്തിനാണ് അവർക്കിങ്ങനെ തിരിച്ചടി നൽകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്, അതും മണ്ടന്മാരായിട്ട്. എനിക്കിപ്പോൾ വലിയ പ്രതീക്ഷയൊന്നുമില്ല കരുണെ. നീ ചുമ്മാ ഓരോന്നാലോചിച്ച് കൂട്ടി സന്തോഷിക്കാൻ നിൽക്കണ്ട. അവൻ പോയതുപോലെ തന്നെ ആ കണ്ണൻ ഇങ്ങോട്ട് പോയതുപോലെ തന്നെ അയാളിങ്ങനെ തിരിച്ചെത്തിക്കോളും. അപ്പം നിനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. വെറുതെ ഇങ്ങനെ ഓരോന്നാലോചിച്ച് സന്തോഷിക്കാതെ വല്ലതും എടുത്ത് പോയി കഴിക്കാൻ നോക്ക്. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടെന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ട്. അപ്പോഴേക്കും കരുണയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട്, എൻ്റെ ഉണ്ണേട്ടാ, കഷ്ടമുണ്ട്, നിങ്ങളിങ്ങനെ ആയിപ്പോയല്ലോ എന്നാലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു വെറുപ്പ് തോന്നുകയാണ്. അപ്പോഴേക്കും ഉണ്ണിയാണെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് കരുണയോട് പറയുന്നുണ്ട്, അല്ലാതെ പിന്നെ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം കരുണയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് തന്നെ. ഉണ്ണിയാണെങ്കിൽ കരുണയോട് അങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട് പറഞ്ഞെങ്കിലും നമ്മുടെ ഉണ്ണിയുടെ മനസ്സിൽ ചെറുതായിട്ട് ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. ഇനിയെങ്ങാനും ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച വലിയൊരു സന്തോഷം തന്നെയായിരിക്കും ലഭിക്കാൻ പോകുന്നത്. എന്തായാലും കണ്ണൻ്റെ സങ്കടം കണ്ടെങ്കിലും എനിക്ക് സന്തോഷിക്കാമല്ലോ എന്നൊക്കെ ഉണ്ണിയാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ചെയ്യുന്നത് തന്നെ. അതിനുശേഷമാണെങ്കിൽ മുത്തശ്ശിയും പ്രതാപനും അതേ സമയത്ത് അവിടെ ഇരുന്ന് കരുണാലയത്തിൽ നിന്നാണെങ്കിൽ ഭയങ്കര ചൊറിച്ചിൽ തന്നെയാണ് ഇപ്പോഴും. നമ്മുടെ കരുണാലയത്തിലാണെങ്കിൽ മോഹിനി സന്തോഷത്തോടെ വന്നിറങ്ങുന്നതാണ് മുത്തശ്ശിയും പ്രതാപനും കാണുന്നത് തന്നെ. അങ്ങനെ പ്രതാപൻ പറയുന്നുണ്ട്, ഇതെന്താണ് ഇവളിങ്ങനെ സന്തോഷിച്ചിട്ടാണല്ലോ വരുന്നത്, കുഞ്ഞിനിയൊന്നും സംഭവിച്ചില്ലേ അമ്മയെന്ന് ചോദിക്കുമ്പോൾ അമ്മയാണെങ്കിൽ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഇതെന്ത് പറയാനാണ്, നീയല്ലേ ഗുണ്ടകളെ ഏർപ്പാടാക്കിയത്, അത് അവർക്കല്ലേ അറിയുള്ളൂ. അങ്ങനെ പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോടായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ മോഹിനി അതിസന്തോഷത്തോടു കൂടെ വന്ന് കയറുന്നതാണ് കരുണാലയത്തിലേക്ക് എല്ലാവരും കാണുന്നത് തന്നെ. അപ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനെയും കൂട്ടിച്ചെന്ന് നേരെ മുൻഭാഗത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്താടി ഇത്രയ്ക്ക് സന്തോഷിക്കാൻ, നിനക്ക് എന്താടി ഇത്ര സന്തോഷം എന്ന് ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ അമ്മ, ഇന്ന് എൻ്റെ പേരക്കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങല്ലേ, അവിടെ എല്ലാവരും വന്നിരുന്നു, എല്ലാവരും സന്തോഷത്തോടെ തന്നെയാണ് ഇരുന്നത്. സന്തോഷപൂർവ്വം നല്ല രീതിക്ക് തന്നെ ആ ചടങ്ങ് കഴിയുകയും ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സന്തോഷം. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇന്നാണെങ്കിൽ അവിടെ ഒരു ജോത്സ്യൻ വന്നിരുന്നു. അയാളാണെങ്കിൽ വലിയൊരു സ്വാമിജിയൊക്കെ ആയിട്ടാണ് നിന്നത് തന്നെ. മാന്ത്രിക ശക്തിയൊക്കെ ഉള്ളൊരു സ്വാമിജിയാണ് അവിടെ എത്തിയത്. കുഞ്ഞിന് നല്ലൊരു പ്രസാദമൊക്കെ ആയിട്ട് ഭസ്മമൊക്കെ കുഞ്ഞിൻ്റെ നെറുകിൽ തൊട്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് അയാൾ അവിടുന്ന് മടങ്ങിയത്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട്, ഇവളിത് എന്ത് വിഡ്ഢിത്തമാണ് വിളിച്ചു പറയുന്നത്, കുഞ്ഞിനെ അനുഗ്രഹിക്കാനാണോ നീ അവിടെ പൈസയും വിട്ട് ആ ഗുണ്ടകളെ പറഞ്ഞു വിട്ടത് പ്രതാപ? നീ കാരണം ഒരുപാട് ഗുണ്ടകൾക്ക് ഇവിടെ വലിയ വലിയ വീടും കാറുകളൊക്കെ വാങ്ങിക്കാൻ കഴിയുന്നതിന് മാത്രം മെച്ചമുണ്ട്, അല്ലാതെ മറ്റൊരു ഉപയോഗം നമുക്കില്ലല്ലോ പ്രതാപ എന്നൊക്കെ മുത്തശ്ശി പ്രതാപൻ്റെ അടുത്ത് പറയുന്നുണ്ട്. മുത്തശ്ശിയുടെ സംസാര രീതികളൊക്കെ കേട്ട് പിടിക്കാത്തത് കൊണ്ട് തന്നെ പ്രതാപൻ പെട്ടെന്ന് തന്നെ ഗുണ്ടകളെ മാറി മാറി വിളിക്കുന്നുണ്ടെങ്കിലും ഗുണ്ടകളും അവിടെ ഇരുന്നിട്ട് അതേപോലെ തന്നെ ചൊറിയുന്നൊരവസ്ഥയിലായതുകൊണ്ട് തന്നെ ഗുണ്ടകൾ കോളൊന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ പ്രതാപന് നല്ല മുട്ടൻ ദേഷ്യം വരുന്നുണ്ട്. ആ സ്വാമിജിയെയും അയാൾ വിളിച്ചിരുന്നു. പ്രതാപനാണെങ്കിൽ ആ സമയത്ത് ഗുണ്ടകളിൽ നിന്ന് ഒരാൾ ആ കോൾ എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ആണെങ്കിൽ ഗുണ്ടകളോട് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, ഇതുവരെയായിട്ടും നല്ലൊരു ന്യൂസൊന്നും നിങ്ങൾ വിളിച്ചു പറഞ്ഞില്ലല്ലോ, നിങ്ങൾക്ക് ഞാൻ എന്തിനാണ് പൈസ തന്നത്? അവിടെ പോയിരുന്ന എൻ്റെ ഭാര്യ സന്തോഷത്തോടു കൂടിയാണ് തിരിച്ചു വന്നത്. കുഞ്ഞിന് ഇത്രയും നേരമായിട്ട് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പിന്നെ ഞാൻ നിങ്ങളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. പ്രതാപനാണെങ്കിൽ സാറെന്തായാലും കുറച്ച് നേരം കൂടെ കാത്തു നിൽക്കും, ഞാൻ ഏതൊരാളെയും ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിലും ഭസ്മം തൊടിയിപ്പിച്ചാലും അയാൾ 5 മിനിറ്റിനകം മരിക്കുന്നതാണ്. ഈ കുഞ്ഞിന് ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയാൻ കഴിയുന്നില്ല. കുഞ്ഞിന് ഭസ്മം തൊട്ടതിന് ശേഷമാണെങ്കിൽ ഞങ്ങൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ശരീരമാകെ മൊത്തം ചൊറിഞ്ഞ് കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംസാരിക്കാൻ കഴിയില്ലെന്ന് പ്രതാപനോട് ഗുണ്ടകൾ പറയുന്നുണ്ട്. അപ്പോഴേക്കും പ്രതാപനാണെ ചോദിക്കുന്നുണ്ട്, അതുപോലെ നിങ്ങൾക്കും ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ടോ? ഞങ്ങൾക്കും ഇവിടെ അതുതന്നെയാണ് അവസ്ഥ. ഇതൊക്കെ ആ ചെറിയ കുഞ്ഞിൻ്റെ കഴിവ് കൊണ്ടായിരിക്കും. എന്തായാലും അച്ഛനും അമ്മയും ദൈവശക്തിയുള്ള ആൾക്കാരാണ്, പിന്നെ ആ കുഞ്ഞിനും ആ ശക്തി ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്വാമിജി പറയുന്നുണ്ട്, ഇതൊക്കെ അറിഞ്ഞിട്ട്
പറഞ്ഞിട്ടാണോ സാർ ഇങ്ങനെ വീണ്ടും ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത്? അതൊന്നും ഇനി നടക്കില്ലെന്നുള്ള കാര്യം ഇതോടെ എനിക്ക് മനസ്സിലായി. ഞാനെന്തായാലും ഇനി ഈ പണിക്ക് നിൽക്കുന്നില്ല. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് കാത്തു നിൽക്കാം. എന്തായാലും പൈസയൊക്കെ ഞാൻ തിരിച്ച് വീട്ടിൽ തന്നെ എത്തിച്ചേക്കാം. ഈ കുഞ്ഞിനെ തൊട്ടുള്ള കളിയൊക്കെ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് വയ്യ ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ഒന്നും പോവാൻ എന്നൊക്കെ സ്വാമിജി ആണെങ്കിൽ പ്രതാപനോട് പറയുന്നുണ്ട്. അതേസമയം മുത്തശ്ശിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്താടാ പ്രതാപ അയാൾ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിയോട് നമ്മുടെ പ്രതാപം പറയുന്നുണ്ട്, അയാൾ കൈയൊഴിഞ്ഞമ്മേ. അയാൾ പറയുക ആ കുഞ്ഞിനാണെങ്കിൽ ദൈവത്തിൻ്റെ എന്തോ ശക്തിയുണ്ട്. അയാൾ ആരെ എങ്ങനെയൊക്കെ മന്ത്രം ജപിച്ച് ഈ ഭസ്മം തൊടിയിച്ചാലും 5 മിനിറ്റിനകം അയാൾ മരിക്കുന്നതാണ്. പക്ഷെങ്കിൽ ഈ കുഞ്ഞിനാണെങ്കിൽ ഒന്നും സംഭവിച്ചതുമില്ല. ഈ കുഞ്ഞിനെ തൊട്ടതിന് ശേഷം അയാൾക്കാണെങ്കിൽ നമ്മളെപ്പോലെ മേലാകെ ഇങ്ങനെ പൊന്തി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അയാൾ ഈ പണിക്ക് വരില്ല എന്നൊക്കെയാണ് പറയുന്നത്. അയാൾ വാങ്ങിച്ച പൈസ എനിക്ക് അയാൾ തിരിച്ചു കൊണ്ടുതരാമെന്നൊക്കെയാണ് അയാൾ പറയുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യുക പ്രതാപ? കരുണമോളാണെങ്കിൽ ഇപ്പം നമ്മളെ വിളിച്ച് ചോദിക്കില്ലേ എന്തായി എന്നൊക്കെ? നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് അവൾക്ക് വാഗ്ദാനങ്ങളൊന്നും കൊടുക്കണ്ടെന്ന്. ഇനിയിപ്പോൾ എന്താന്ന് വെച്ചാൽ അച്ഛനും മോളും കൂടെ ചെയ്തോ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പ്രതാപനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ കണ്ണനും മഹിക്കും നൂലുകെട്ട് ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒന്നിച്ച് നല്ലൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ സാഗറിനോടായിട്ട് പറയുന്നുണ്ട് കണ്ണനാണെങ്കിൽ. അങ്ങനെ സാഗറാണെങ്കിൽ നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം മഞ്ജുവിനെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിന്റെ അമ്മ കൊടുത്ത സ്വർണ്ണം ഇട്ടിട്ടാണ് കുഞ്ഞിനൊന്നും ഇതുവരെ സംഭവിച്ചില്ലല്ലോ മഞ്ജു, നീ എന്തൊക്കെയാണ് പറഞ്ഞത് നേരത്തെ അമ്മയെക്കുറിച്ച്? അപ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട്, അതൊന്നുമല്ല, എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് സംഭവിക്കാതിരിക്കട്ടെ കുഞ്ഞിനെന്നൊക്കെ മഞ്ജു പറയുന്നുണ്ട്. അപ്പോഴേക്കും കണ്ണനാണെങ്കിൽ മഞ്ജുവിനോടായിട്ട് പറയുന്നുണ്ട്, നീ ഇനിയെങ്കിലും അമ്മയെ സംശയിക്കുന്നതൊന്ന് നിർത്ത്. അമ്മയെ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അമ്മയുടെ സ്നേഹം സത്യം തന്നെയാണെന്നൊക്കെ കണ്ണനാണെങ്കിൽ മഞ്ജുവിനോട് വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും സാഗർ പറയുന്നുണ്ട്, കണ്ണേട്ട അവരെന്തായാലും ആ കാര്യങ്ങളൊക്കെ അവൾ മനസ്സിലാക്കിക്കോളും. അവൾക്ക് അമ്മയോടുള്ള ദേഷ്യം മാറാൻ എന്തായാലും കുറച്ച് ദിവസങ്ങളും സമയങ്ങളൊക്കെ എടുക്കും. അതുവരെ അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നൊക്കെ സാഗറാണെങ്കിൽ കണ്ണനോടായിട്ട് പറയുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ കണ്ണനാണെങ്കിൽ എന്തായാലും അവളൊരു ദിവസം അമ്മയെ മനസ്സിലാക്കുന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവരെല്ലാവരും ഒന്നിച്ച് ആഹാരങ്ങളൊക്കെ കഴിച്ച് എല്ലാവരും പോകാൻ നേരത്താണെങ്കിൽ നമ്മുടെ രേഖയ്ക്കാണെങ്കിൽ നല്ലപോലെ സങ്കടമാവുന്നുണ്ടായിരുന്നു. അങ്ങനെ കരുണയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രേഖയാണെങ്കിൽ സങ്കടപ്പെടുന്നുണ്ട്. എത്രയോ വേദനിപ്പിച്ച കരുണയ്ക്ക് പോലും ആ കുഞ്ഞിനെ ജന്മം നൽകാൻ സാധിച്ചു. എത്രയൊക്കെ നല്ലത് ചെയ്തിട്ടും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് മഹിയോടായിട്ട് രേഖയാണെങ്കിൽ. അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും കുറച്ച് നാളും കൂടെ എൻ്റെ കുഞ്ഞിവിടെ ഉണ്ടല്ലോ, നീ കുറച്ചും കൂടെ അവളെ സ്നേഹിക്കുക. അല്ലെങ്കിലും നിനക്ക് എപ്പോൾ വേണമെങ്കിലും അവളെ കാണാനും എടുക്കാനുള്ള അവകാശമൊക്കെ ഉണ്ടല്ലോ. എൻ്റെ കുഞ്ഞിന് 2 അച്ഛന്മാരും 2 അമ്മമാരുമാണ്. അതൊരിക്കലും ഇനി മാറാൻ പോകുന്നില്ല എന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ടെങ്കിലും രേഖയ്ക്ക് അതൊന്നും അത്ര വലിയ സന്തോഷമാവുന്നില്ല. കുഞ്ഞിനെ ഇവിടെ തന്നെ നിർത്താനാണ് രേഖ കണ്ണനോടായിട്ടാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേങ്കിൽ കണ്ണൻ പറയുന്നുണ്ട്, എപ്പോഴും ഇവിടെ അമ്മയും കുഞ്ഞിനെ നിർത്തിയാൽ എനിക്കെങ്ങനെ എൻ്റെ കുഞ്ഞിനെയും ഭാര്യയെയും അടുത്തിരിപ്പിക്കാനോ സ്നേഹിക്കാനൊക്കെ കഴിയും രേഖയെ? നീ എന്താ രേഖയെ അതൊന്നും മനസ്സിലാക്കാതെ സംസാരിക്കുന്നത്? എപ്പോഴെങ്കിലും എനിക്ക് ഇവരെ കൊണ്ടുപോകണമെന്ന് ഞാനും ആഗ്രഹിക്കില്ലേ? അപ്പോഴേക്കും കണ്ണനാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ രേഖയാണെങ്കിൽ കരയുന്നത് കണ്ടിട്ട് അനന്തുവാണ് പറയുന്നുണ്ട്, എന്താ രേഖ നീ ഇങ്ങനെ കരയുന്നത്? കണ്ണനും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതുകൊണ്ടാണ് കണ്ണൻ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ അനന്തുവാണെങ്കിൽ രേഖയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും രേഖ പറയുന്നുണ്ട്, കരുണയെ പോലുള്ള ഭാഗ്യം പോലും ദൈവം എനിക്ക് തന്നില്ലല്ലോ. കരുണയാണെങ്കിൽ ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും ദൈവം അവളെ ഒരുപാട് അനുഗ്രഹിക്കുന്നുണ്ട്. അതെന്താണ് ദൈവം ഇങ്ങനെയെന്ന് നമ്മുടെ രേഖയാണെങ്കിൽ മഹിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മഹി പറയുന്നുണ്ട്, കരുണെ നീ അങ്ങനൊന്നും ചിന്തിക്കണ്ട, എൻ്റെ ജീവിതം തന്നെ നോക്ക്. കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കുമെന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്നിട്ടിതാ എനിക്കൊരു കൈക്കുഞ്ഞിനെയും കൂടെ കണ്ണേട്ടൻ തന്നു. എന്തായാലും നിൻ്റെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കുന്നൊക്കെ രേഖയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ. അതിനുശേഷമാണെങ്കിൽ മഹാലക്ഷ്മി നമ്മുടെ കുഞ്ഞിനെ ആണെങ്കിൽ രേഖയുടെ കയ്യിലോട്ട് വെച്ച് കൊടുത്തിട്ട് രേഖയാണെങ്കിൽ ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് വെക്കുന്ന ഒരു ചിത്രം തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇത് കണ്ട് അനന്തവും മഹാലക്ഷ്മി ആണെങ്കിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അനന്തു ആണെങ്കിൽ മഹിയോട് പറയുന്നുണ്ട്, നീ എന്തായാലും അവളുടെ അവസ്ഥ മനസ്സിലാക്കണം. തോമസ് സാറ് പറഞ്ഞത് നീയും കേട്ടതല്ലേ,
ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും കൂടെ ഇരുന്ന അവളുടെ മനസ്സും ശരീരവും അതിന് വേണ്ടിയിട്ട് ഇതാവും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനെ പറയുന്നത്. എന്തായാലും ഓണം കഴിഞ്ഞ് നിനക്ക് ഇവിടുന്ന് പോവാൻ മഹി. അതിൽ നീ ഒരിതും വിചാരിക്കണ്ട. എനിക്ക് നിൻ്റെയും മനസ്സ് മനസ്സിലാവും. ഭർത്താവിൻ്റെ കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു പെണ്ണും ഈ ലോകത്തുണ്ടാവില്ല. എല്ലാം നമുക്ക് ശരിയാക്കാമെന്നൊക്കെ നമ്മുടെ അനന്തു ആണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്. മഹിയാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല അനന്തേട്ട, അവൾ ആവോളം കുഞ്ഞിനെ സ്നേഹിക്കട്ടെ, എന്തായാലും ഞാൻ ഓണത്തിന് മാത്രമേ പോകുന്നുള്ളൂ എന്നൊക്കെ അനന്തുവിനോട് പറയുന്നുണ്ട്. അതിന് യേശുവാണെങ്കിൽ കരുണയാണെങ്കിൽ കണ്ണനെയും കാത്ത് നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് കാറിൻ്റെ ശബ്ദം കേട്ട ഉടൻ തന്നെ കരുണയാണെങ്കിലും പെട്ടെന്ന് വന്ന് നോക്കുമ്പോൾ കണ്ണനാണെങ്കിൽ അതിസന്തോഷത്തോടു കൂടെ ദുർഗയോട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നെന്നും അമ്മ തന്ന സ്വർണം കുഞ്ഞിനെ ആദ്യമായിട്ട് അണിയിച്ചെന്നും പറയുന്നത് കേട്ട് കരുണയാണെങ്കിൽ തകർന്നുപോയ ഒരവസ്ഥയിലാണ്. ഇന്നും താൻ ആഗ്രഹിച്ചൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ കരുണ ഭയങ്കരമായിട്ട് തന്നെ ഭ്രാന്തിയെ പോലെയാണ് നമ്മുടെ അവിടത്തിൽ നിന്ന് ഇതെല്ലാം കേട്ട് നിൽക്കുന്നത് തന്നെ. അങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്.